എറണാകുളത്തിന്റെ ചരിത്രവും കണക്കുകളും UDFന് അനുകൂലമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് തേടിയപ്പോൾ ഒരു തവണ മാത്രം ഇടതിനൊപ്പം നിന്ന മണ്ഡലമാണ് എറണാകുളം. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എറണാകുളത്തിന് ഒരേ ഒരു വിശേഷണം മാത്രം: കോൺഗ്രസിന്റെ ഹൃദയഭൂമിയെന്ന്. മാറ്റമില്ലെന്ന് UDFും ഇത്തവണ കോൺഗ്രസിന്റെ കുതിപ്പ് തടയുമെന്ന് ഇടതും പറയുന്നു. പൊതുരാഷ്ട്രീയത്തിനൊപ്പം സമുദായങ്ങളും അവരുടെ നിലപാടുകളും നിർണായകമാണ് മെട്രോ നഗരത്തിൽ. ഒരു കാലത്ത് വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന എറണാകുളത്ത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് CP മാത്യുവാണ്. കേരള രൂപീകരണത്തിന് ശേഷം കോൺഗ്രസിലെ AM തോമസ് ജയിച്ചു. 962 വീണ്ടും അദ്ദേഹത്തിനു തന്നെ വിജയം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 1967 V വിശ്വനാഥമേനോൻ അട്ടിമറി വിജയം നേടി. എറണാകുളം തങ്ങളുടെ കുത്തകയെന്ന് കരുതിയതിൻ്റെ അമിത ആത്മവിശ്വാസത്തിനേറ്റ പ്രഹരമായി പരാജയം. 71 തെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്താൻ CPM വിശ്വനാഥമേനോനെ തന്നെ ഇറക്കി. കോൺഗ്രസ് ആകട്ടെ തട്ടകം തിരിച്ചുപിടിക്കാൻ ലത്തീൻ സമുദായാംഗമായ ഹെൻറി ഓസ്റ്റിനെ കളത്തിലിറക്കി. വാശിയേറിയ പോരാട്ടത്തിൽ മണ്ഡലം ഇടതിനെ കൈവിട്ടു. അന്നു മുതൽ 996 വരെ എറണാകുളം കോൺഗ്രസ് കോട്ട കാത്തു. 80 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച ഹെൻറി ഓസ്റ്റിൻ ഇടതുപക്ഷത്തെത്തി. എന്നിട്ടും വിജയം കോൺഗ്രസിൻ്റെ സേവ്യർ അറയ്ക്കലിനൊപ്പം നിന്നു. 1984 തെരഞ്ഞെടുപ്പിലാണ് കുമ്പളങ്ങിക്കാരനായ KV തോമസ് കരുണാകരൻ്റെ അനുഗ്രഹത്തോടെ മത്സരരംഗത്തെത്തുന്നത്. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് അധ്യാപകനായിരുന്ന തോമസ് എറണാകുളത്ത് കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി. ആദ്യം കോൺഗ്രസ് എസിലെ AA കൊച്ചുണ്ണി മാഷായിരുന്നു എതിരാളി. തോമസ് മാഷ് ജയിച്ചു. തുടർന്ന് നടന്ന 87 91 തോമസ് മാഷ് തന്നെ വിജയിച്ചു. മണ്ഡലത്തിലെ ആദ്യ ഹാട്രിക് വിജയം. 96 കോൺഗ്രസുമായി തെറ്റി ഇടതു സ്വതന്ത്രനായ സേവ്യർ അറയ്ക്കൽ KV തോമസിന്റെ വിജയക്കുതിപ്പിന് തടയിട്ടു. സേവ്യർ അറയ്ക്കലിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഇടതിനൊപ്പം തന്നെ. മാധ്യമപ്രവർത്തകനും അഭിഭാഷകനുമായ സെബാസ്റ്റ്യൻ പോളായിരുന്നു സ്ഥാനാർത്ഥി. 98 നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ജനകീയനായ MLA ജോർജ് ഈഡനെ കോൺഗ്രസ് കളത്തിലിറക്കി. ഇടതുപക്ഷം സെബാസ്റ്റ്യൻ പോളിന് തന്നെ അവസരം നൽകി. മണ്ഡലം ഈഡൻ കോൺഗ്രസിന്റെ കൈവെള്ളയിൽ വെച്ചുകൊടുത്തു. 96 തെരഞ്ഞെടുപ്പിൽ ഈഡനെ തന്നെ ഇറക്കിയ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലധികമായി ഉയർന്നു. MP കാലാവധി പൂർത്തിയാകും മുൻപേ രോഗബാധിതനായി ജോർജ് ഈഡൻ അന്തരിച്ചു. തുടർന്ന് 2003 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത പരാജയം. ഇടതു സ്വതന്ത്രൻ സെബാസ്റ്റ്യൻ പോൾ MO ജോണിനെ പരാജയപ്പെടുത്തി. 1 വർഷത്തിന് ശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സെബാസ്റ്റ്യൻ പോളിനു തന്നെ അവസരം നൽകി. ഇടതു തരംഗം ആഞ്ഞടിച്ച 2004 തെരഞ്ഞെടുപ്പിൽ വിജയം LDFനൊപ്പം നിന്നു. 71,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പോൾ ഇടതിന് ചരിത്ര വിജയം സമ്മാനിച്ചത്. 2009 മണ്ഡലം നിലനിർത്താൻ CPM SFI നേതാവ് സിന്ധു ജോയിയെ രംഗത്തിറക്കി. KV തോമസ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കടുത്ത മത്സരത്തിൽ അന്തിമ വിജയം കോൺഗ്രസിനൊപ്പം. 2014 വീണ്ടും CPMന്റെ പരീക്ഷണ തന്ത്രം. ലാറ്റിൻ വോട്ടുകളാണ് വിജയഘടകമെന്ന തിരിച്ചറിവിൽ ലത്തീൻ സഭയ്ക്ക് സ്വീകാര്യനായ മുൻ IAS ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കി. അമ്പേ പാളിയ പരാജയത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സ്ഥാനാർത്ഥി എന്ന വിമർശനം ശരിവയ്ക്കുന്നതായിരുന്നു KV തോമസിന്റെ വൻ ഭൂരിപക്ഷം. ലത്തീൻ സഭയുടെ താൽപ്പര്യവും ജോർജ് ഈഡന്റെ മണ്ഡലത്തിലെ സ്വാധീനവും കണക്കിലെടുത്ത് 2019 കോൺഗ്രസ് മകൻ ഹൈബിയെ രംഗത്തിറക്കി. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന്റെ പഴി ഒഴിവാക്കാൻ പരീക്ഷണങ്ങൾക്ക് ഒന്നും നിൽക്കാതെ CPM P രാജീവിനെ കളത്തിലിറക്കി. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സ്വീകാര്യതയും ഗുണമാകുമെന്നായിരുന്നു CPM വിലയിരുത്തൽ. തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ മകനെ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് അവർ പാർലമെന്റിൽ എത്തിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും തങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2019 CPM വിട്ട് BJPയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിനെയാണ് BJP കളത്തിലിറക്കിയത്. 1,37,749 വോട്ടുകൾ അൽഫോൺസ് നേടി. 2014 AN രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ ഇരട്ടി വോട്ട് നേടാനും അൽഫോൺസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് UDFന്റെ കൈമുതൽ. സ്ത്രീ വോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിൽ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കിയത് ഗുണകരമാകുമെന്ന് LDFും വിലയിരുത്തുന്നു. കോട്ടയിൽ വിള്ളലുണ്ടാവില്ലെന്നാണ് ജനശബ്ദം. എന്നാൽ അട്ടിമറി സാധ്യത ആരും തള്ളുന്നുമില്ല.